ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പം അത് ഇന്ന് നല്ല തോര മഴയായിട്ട് മഴയൊന്നും തോർന്നിട്ടില്ല. അപ്പം നോക്കിയപ്പോഴാണ് ഇത് ഒരു മത്തങ്ങ ഇരിക്കുന്നുണ്ട്. ആ മത്തങ്ങ വെച്ചൊരു ഐറ്റം ചെയ്താലോ. അപ്പം നമുക്കിത് ഇത് വിത്തിനും എടുക്കാൻ പറ്റും, നമുക്കൊരു ഐറ്റം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കണ്ടോ, നല്ല ചുകചകാന്നിരിക്കുന്നുണ്ട്. വിത്തെടുത്ത് വയ്ക്കണം. നമുക്ക് ഈ നീളമത്തങ്ങ കിട്ടിയത് കടയിൽ നിന്ന് എങ്ങാണ്ട് മൂത്തതായപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ചെടിക്കും പച്ചക്കറി തോട്ടത്തിലൊക്കെ ഇടും. അപ്പം അങ്ങനെ മുളച്ച് വന്നുണ്ടായതാട്ടോ. നീളമത്തങ്ങ അല്ലാണ്ട് നമുക്കില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വിത്ത് എടുത്തു. ഞാനിതിങ്ങനെ പൊട്ടിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങാൻ വയ്യ, നല്ല മഴയായിരുന്നു. എല്ലായിടത്തേക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഈ പ്രാവശ്യം കാലവർഷമൊക്കെ നേരത്തെ വന്നു അല്ലേ. ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കുക, വെറൈറ്റീസ് ഉണ്ടാക്കുക, കഴിക്കുക. അപ്പം ഞാനിതൊന്ന് ഇത്ര ആയിട്ട് എടുക്കണമല്ലോ, ബാക്കി അവിടെ വെച്ചേക്കാം. ഇത്ര മതി. ഇതൊന്ന് തോടൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ. നല്ല കട്ടിയുണ്ട്. മത്തങ്ങയാണെങ്കിൽ നല്ല കളറുണ്ട് കേട്ടോ, നന്നായിട്ട് വിളഞ്ഞ് മത്തങ്ങയായിരുന്നു. ഇതൊന്ന് ചെത്തിയെടുത്ത് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പറ്റും. ഞാൻ അല്പം എടുത്ത് തിന്ന് നോക്കി, മധുരമൊന്നും ഇല്ല കേട്ടോ. തിന്ന് നോക്കിയിട്ട് ഇങ്ങനെ മത്തങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അല്പം ഇത് നന്നായിട്ട് വേവിച്ചുടച്ചിട്ട് കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുത്താൽ വെയിറ്റ് ഗെയിനിങ്ങിനൊക്കെ നല്ല കഴിക്കണ പിള്ളേർക്ക്. നമ്മുടെ പൊന്നൂസ് ഇതൊന്നും ആയി വെക്കില്ല കേട്ടോ. ചില പിള്ളേർക്ക് ഇത് ഇഷ്ടം. ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ മാംസളമായ പോർഷൻസ് ഒത്തിരി ഒന്നുമില്ല കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഇത്രയും കട്ടിയുള്ളൂ. പക്ഷെ കറി വയ്ക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് വെന്ത് വരുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിത്തെടുത്തിട്ടുള്ള ബാക്കി പോർഷൻസൊക്കെ ഒന്ന് ചിരണ്ടിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ പുളിപ്പോ വല്ലതൊക്കെ വരും. അപ്പം ഞാൻ ഉണ്ടാക്കണേ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഐറ്റം. മത്തങ്ങ വിളയിച്ചതാട്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. ഈ ഐറ്റം നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ. കാരണം നല്ല മധുരമൊക്കെ ചെല്ലുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അരിയൊക്കെ വറുപ്പിച്ച് ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല കേട്ടോ, സൂപ്പറാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും, ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്നെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കണേ. ഇത് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടാട്ടോ. ഇതിനങ്ങനെ മധുരം ഇല്ലല്ലോ, അതുകൊണ്ട് അല്പം ശർക്കരയും കൂടെ ഇട്ട് അങ്ങനെ എടുക്കുക ചെയ്യണേ. ഞാൻ മത്തങ്ങയൊക്കെ കുക്കറിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, ആ വെള്ളമുള്ളതൊക്കെ വറ്റിക്കേണ്ട വരും. അല്ലെങ്കിൽ മത്തങ്ങ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ച് മത്തങ്ങ കഴിയുമ്പോഴത്തേക്കും അരി വറുത്ത് പൊടിക്കണം. നമ്മൾ ചോറിനുള്ള അരിയില്ലേ, അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വറക്കുക കേട്ടോ. വറുത്തിത് പൊടിച്ചെടുക്കണം നന്നായിട്ട്. അപ്പം ഞാൻ 1 ഗ്ലാസ്സാണ് അരി എടുത്തേക്കാം. നല്ല ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കല്ലിച്ച് പോയി അത് പെട്ടെന്ന് പൊട്ടി വരാണ്ടിരിക്കും. പാൻ നന്നായിട്ട് നല്ല ചൂടായിട്ട് അരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ. നമ്മളിത് പൊട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന് ഇളക്കിയും കൂടെ ഇട്ട് കൊടുക്കണം, ഇത് കരിഞ്ഞു പോകാണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കും അങ്ങനെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ അരി വറുത്തത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചൊന്നും എടുക്കണ്ട, കുറച്ച് തരങ്ങൊക്കെ ആയിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മത്തങ്ങ വെന്തോന്ന് നോക്കാം. ഉണ്ടോ, അപ്പം നമ്മുടെ മത്തങ്ങയും ആവിയായോണ്ട് കാണാം. കണ്ടോ, മത്തങ്ങയും ശർക്കരയൊക്കെ അങ്ങനെ കൂടി നല്ല കളറായിട്ടുണ്ട്. ഇത്തിരി വെള്ളവും കൂടെ ഉണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ശർക്കരയെ കിടന്ന് വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അല്പം തേങ്ങ ചിരണ്ടി ഇതിട്ട് കൊടുക്കുക.
ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തേങ്ങയും കൂടെ കൂടി മിക്സാക്കി എടുക്കാവേ. ഇതിനി നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഉടച്ച് ആ മത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ച് തേങ്ങയായിട്ട് മിക്സാക്കി എടുക്കാവേ. ഒരു കട്ടിയുള്ള ഒരു തവിയെല്ലാം വെച്ച് നന്നായിട്ട് നമുക്കതിൽ പ്രസ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്തതായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഞാൻ തേങ്ങയും കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കരയിൽ നന്നായിട്ട് വിളഞ്ഞു നമ്മുടെ മത്തങ്ങ. ശർക്കര നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് തേങ്ങയോട് കൂടി മിക്സായി. ഇനി ഞാൻ ഈ അരി വറുത്ത് വെച്ചേക്കണേ ഇട്ട് കൊടുക്കുക. ഫുള്ള് ഇടണില്ല, ഇത്ര ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പം ഇത്ര പൊടി വെച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. ഞാൻ ഇടയ്ക്ക് ഇതിൽ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണിക്കാൻ വിട്ടുപോയി, അതാണ്. അപ്പം നമ്മുടെ മത്തങ്ങ വിളവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഡ്രൈ ആയി. കുഴഞ്ഞിരുന്നാൽ കൊള്ളില്ല കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊന്നുകുട്ടി തേണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നുവിനെ കൊണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കിച്ച് തരട്ടെ അമ്മ. എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പറാണോ? സൂപ്പറാണ് കേട്ടോ. നല്ല നമ്മൾ മത്തങ്ങയാന്ന് തോന്നുന്ന വരെയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കാഷ്യൂനട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കറുത്ത മുന്തിരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. മത്തങ്ങയൊക്കെ പിള്ളേർ കഴിക്കണേ നല്ല കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടവരൊന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് ചെയ്തു, മത്തങ്ങയൊക്കെ ഉള്ളവരൊന്ന് ചെയ്തു നോക്കുകയും ചെയ്യണം കേട്ടോ. മഴക്കാലത്ത് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കഴിക്കാൻ സൂപ്പറാട്ടോ. ജീരകത്തിൻ്റെയും ഏലക്കായുടെയും ഒക്കെ ടേസ്റ്റ്, പിന്നെ നല്ല മധുരമുണ്ട്. സൂപ്പർ സാധനം. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.